വെൽക്കം ബാക്ക്. കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ലീഡ് ഹുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അത് കിറ്റിൽ എങ്ങനെ മീൻസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു, ഇനി അതിനെ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതും കറക്റ്റായിട്ട് എങ്ങനെയാണ് ത്രോ ചെയ്യേണ്ടതും, ഈ 2 കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് നോക്കിയത്. ഇന്ന് നമ്മൾ നോക്കുന്നത് റിയർ ഹുക്ക്. ബേസിക്കലി തമ്മിൽ രണ്ടും വലിയ മാറ്റങ്ങളൊന്നുമില്ല, ചെറിയ നമ്മൾ ലെഗ് വെക്കുന്ന മൂവ്മെന്റ്സിലാണ് മാറ്റം വരുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഗാർഡ് പൊസിഷനിലേക്ക് നിൽക്കുന്നു. നിങ്ങൾക്ക് നിന്നിട്ടാണ് നമ്മൾ ഒരു സ്ഥലത്ത് നമുക്ക് ഞാൻ നിങ്ങളെ ടീച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ലീഡ് ഹുക്ക് ആണെങ്കിൽ ഒന്നുമില്ല, നമ്മൾ ലെഫ്റ്റിലേക്ക് സ്ലിപ്പ് ചെയ്യുന്നു, ഹിപ്പിലും ടോലും ഒരു സർക്കുലർ മോഷനിൽ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ 90 ഡിഗ്രി, തം ഫിംഗർ സീലിങ്ങിന് ടുവേർഡ്സ് ആയിരിക്കണം, ബെൻഡ് ആവരുത്, നമ്മുടെ റിസ്റ്റ്, ഇത്രയും കാര്യങ്ങളിൽ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ലീഡ് ഹുക്കായി. റിയർ ഹുക്കും സെയിം തന്നെ, സ്ലിപ്പ് ചെയ്യുന്നു, സെയിം മൂവ്മെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹിപ്പിനെ റൊട്ടേറ്റ് ചെയ്യുന്നു, നമ്മളെ ബാക്കിലെ ലെഗിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, റൊട്ടേഷൻ ചെയ്യുന്നത്. പക്ഷെ ഇതിൽ ചെറിയൊരു മാറ്റം ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ റിങ്ങിൽ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ സ്പാറിംഗ് സെക്ഷനിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ നിങ്ങൾക്ക് വരുന്ന പഞ്ചിനെ നിന്ന് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. അതായത് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഹുക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ 4 എന്ന പഞ്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അയാളുടെ ഇൻസൈഡ് സ്ലിപ്പ് ചെയ്ത് കയറിയിട്ടായിരിക്കും നിങ്ങൾക്ക് മിക്കവാറും ചെയ്യാൻ പറ്റുക. ബേസിക്കലി നിങ്ങൾ സൗത്ത് പോ എന്ന പൊസിഷനിൽ വന്ന് ഒരു ലീഡ് ഹുക്ക് അതായത് സൗത്ത് പോലെ ലീഡ് ഹുക്ക് എന്ന് പറയുന്ന റൈറ്റ് ഹാൻഡ് ഫോർവേഡ് ആണെങ്കിൽ അവരുടെ ലീഡ് ഹുക്ക് എന്ന് പറയുന്നത് അവരുടെ റൈറ്റ് ഹാൻഡ് ആയിരിക്കും. ആ ഒരു സ്റ്റൈലിലേക്ക് നിങ്ങളുടെ ബോഡി വരും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇപ്പൊ എനിക്ക് എൻ്റെ നേരെ 1 എന്ന പഞ്ച് വന്നു. 1 എന്ന പഞ്ച് എന്ന് പറഞ്ഞാൽ ജാബ്. 1 എന്ന പഞ്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ റൈറ്റ് സൈഡിലേക്ക്, എൻ്റെ റൈറ്റിലേക്ക് ആയിരിക്കും സ്ലിപ്പ് ചെയ്യുക. ഈ സ്ലിപ്പ് ചെയ്തിട്ട് എനിക്ക് ഇവിടെ ഹുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് റീച്ച് മിക്കവാറും അയാളെ റിബിനാണ്. പക്ഷെ ജാബ് വളരെ ജാബ് എന്ന പഞ്ച് എന്ന് പറയുന്നത് അത്യാവശ്യം റീച്ച് കൂടുതലാണ്. എനിക്ക് ചിലപ്പോൾ എൻ്റെ ഹുക്ക് അയാളുടെ ബോഡിയിൽ എത്തിയെന്നുമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, അയാളുടെ ബോഡിയിലേക്ക് ഇൻസൈഡ് കയറും. അങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ റൈറ്റ് ലെഗിനെ ഞാൻ ഫോർവേഡ് എടുത്തു വെക്കണം. ഇങ്ങനെയുള്ള എൻ്റെ ബോഡി പൊസിഷനെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എടുത്തു വെക്കേണ്ടി വരും. ഇപ്പൊ ഞാൻ ഏത് പൊസിഷനിലായി, ഞാൻ സൗത്ത് പോ എന്ന പൊസിഷനിൽ, കാരണം എൻ്റെ റൈറ്റ് ലെഗ് ആണ് ഫോർവേഡ്. ഇനി ഇവിടുന്ന് ആവണ സമയത്ത് നേരത്തെ നിങ്ങൾ ആദ്യം ചെയ്ത സെയിം പ്രൊസീജിയർ എന്ത് ചെയ്യുന്നു, ഇതാണ് നിങ്ങളുടെ സ്ലിപ്പിംഗ് പൊസിഷൻ. ഇതിന്ന് ഹിപ്പ് പ്ലസ് നിങ്ങളുടെ ടോ ആൻഡ് ബാക്കി 90 ഡിഗ്രി തം ടുവേർഡ്സ്. ഇതാണ് നിങ്ങളുടെ ഹുക്ക്, അതായത് നിങ്ങളുടെ റിയർ ഹുക്ക്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ജാബ് എന്ന പഞ്ച് എനിക്ക് നേരെ വരുന്ന സമയത്ത് ഞാൻ ഇൻസൈഡ് സ്ലിപ്പ് ചെയ്ത് കയറുന്നു. ആ ഇൻസൈഡ് സ്ലിപ്പ് ചെയ്ത് കയറുന്ന സമയത്ത് എൻ്റെ ബോഡി വെയിറ്റ് മൊത്തം എൻ്റെ റൈറ്റിലേക്ക് ആയിരിക്കും. ഞാൻ അതിനെ ഇടത്തെ കാലിലേക്കും ആൻഡ് എൻ്റെ സർക്കുലർ മോഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് പഞ്ച് ചെയ്യുന്നു. അതാണ് നിങ്ങളുടെ റിയർ ഹുക്ക്. ഫാസ്റ്റായി കാണിച്ച ഇത്തരത്തിലായിരിക്കും നിങ്ങളുടെ റിയർ ഹുക്ക് വരിക.